ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യനെ രാഹുലിൻ്റെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. ഇതേ സമയം ചീരുവാണെങ്കിലോ ഇങ്ങനെ ഇന്ദുവുമായി സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്ദുവിനോട് പറയാണ്, ഇന്ദു നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഇപ്പോൾ സത്യേട്ടൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നുണ്ട്. സച്ചി സാറിന് യോഗ്യനല്ലാത്ത ഒരു വരനാണ് ഞാൻ, അതുകൊണ്ട് എന്തുകൊണ്ട് യോഗ്യൻ നിനക്ക് രാഹുൽ തന്നെയാണ്, അതുകൊണ്ട് നീ അവനെ കല്യാണം കഴിച്ചോ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എന്തോ സത്യനെ കാണണോ വേണ്ടേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. തൻ്റെ മനസ്സിലാകെ അലയടിക്കുകയാണ്. കാരണം തനിക്ക് എന്തുകൊണ്ട് യോഗ്യനായ വരൻ രാഹുൽ തന്നെയാണ്. കാരണം അവനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സുശീലയുടെ ഈ പറയുന്ന പോലെ തൻ്റെ വീട്ടിലെല്ലാവരും സുശീലയെ പോലെയുള്ള ഒരു തറവാട്ടിലോട്ട് എന്തിനാണ് ഇന്ദുവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്ന ചോദ്യമൊക്കെ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ദു ആ തീരുമാനമെടുക്കുകയാണ്. സത്യനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്കും വിനയനാണെങ്കിലും രഘുവിനോടും ദാസിനോടും പറയണ സത്യനെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാവർക്കും ആകെ പേടിയാവാണ്. അങ്ങനെ രഘു ആണെങ്കിലോ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇന്ദുവിനെയും കൂട്ടി സത്യൻ്റെ അരികിലോട്ട് ചീരി വരികയാണ്. നീ വാ, നീ എന്തായാലും സത്യേട്ടനുമായി സംസാരിക്കേ, എന്നതിന് ശേഷം നമുക്ക് റൂമിലോട്ട് തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞ് ഇന്ദു സംസാരിക്കാനായി ആ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അവിടെ സത്യനെ കാണില്ല കേട്ടോ. അങ്ങനെ സത്യൻ്റെ ഫോണിലോട്ട് ഒത്തിരി തവണ വിളിച്ചു നോക്കും. പക്ഷേ സത്യൻ്റെ ഫോണ് തറയിൽ വീണ് കിടക്കുന്നത് കാണാണ്. ഇത് കാണുന്നതിനോടുകൂടി സത്യൻ എങ്ങോട്ടാണ് പോയതെന്നറിയാതെ ഇങ്ങനെ ചീരുവിനെ ആകെ ടെൻഷനാവാണ് കേട്ടോ. ചീരുവാണെങ്കിൽ വല്ലാത്തൊരു പരിഭ്രാന്തിയിൽ സത്യേട്ടൻ എന്തെങ്കിലും കടുകയും ചെയ്യുമോ എന്ന് എനിക്ക് സത്യം ആരോടും തുറന്ന് പറയാനും കഴിയില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ചെരുവിൻ്റെ ഉള്ളിലാവണം കേട്ടോ. എന്നാൽ ഈ സമയം അതിരാവിലെ ആയി ഈ ഒരു കല്യാണത്തിൻ്റെ ആ തിടുക്കവും തത്രപ്പാടൊക്കെ തുടങ്ങിയിട്ടാ. അങ്ങനെ സുശീലയാണെങ്കിൽ വളരെ സന്തോഷവതിയാണ്. ഈ സമയം കുഞ്ഞമണി പറയണ, എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാൻ, ചെറുക്കൻ എവിടെയുണ്ട്, എന്തായാലും ഈ വിവാഹം നടന്ന നീയും നിൻ്റെ മകനും മക്കളും ഒക്കെ ആയി ലെവലിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല പറയണ, ഇതൊക്കെ ഞാൻ കളിച്ച കളിയാണ് എൻ്റെ കുഞ്ഞമണി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ സത്യനെ അവിടെ കാണാനില്ല. സത്യനെ എവിടെ പോയി എന്നുള്ള ആ ഒരു ടെൻഷൻ ചീരുവിൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ചീരുവാണെങ്കിലും വിവാഹ മണ്ഡപത്തിൽ വന്നിരിക്കുകയാണ്, പുറത്തിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെയുണ്ട്. പക്ഷേ സത്യൻ വന്നെങ്കിൽ സമാധാനമായിരുന്നു എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇന്ദു അണിഞ്ഞൊരുങ്ങി ഒരുപാട് സ്വർണ്ണങ്ങൾ കൊണ്ട്, ഇന്ദു 200 പവനോളം അത്രയും അടുത്ത് വരുന്ന സ്വർണ്ണങ്ങൾ കൊണ്ടൊക്കെ ഇന്ദു വരുന്നത് കാണുമ്പോൾ കുഞ്ഞമണി പറയാണ്, എൻ്റെ സുശീല, നീയും നിൻ്റെ മകനും ഭാഗ്യവാനാണ്. കാരണം ഇത്രയും സ്വർണ്ണം ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതാണ് സുശീല എന്നൊക്കെ എങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദു അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ സമയം സത്യനെയും കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് തന്നെ സത്യൻ വരനായി വരുന്നത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇവിടെ ചിരുവിൻ്റെ മനസ്സിലാണ് കേട്ടോ. സത്യന് എന്ത് പറ്റി എന്നുള്ള ആ പരിഭ്രാന്തിയാണ്. അപ്പോഴാണ് സത്യൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ. സത്യനെ കാണുന്ന ചിരു ആകെ ഞെട്ടി എണീറ്റ് നിന്ന് നോക്കുകയാണ്. പക്ഷേ വിനയൻ പിറകിലുണ്ട്. അങ്ങനെ വിനയൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിരുവിന് ഒരുപാട് സമാധാനമാവുകയാണ് സത്യനെ കാണുമ്പോൾ. അങ്ങനെ സത്യനെ ചിരിച്ചും കൊണ്ട് എല്ലാവരും ഇങ്ങനെ വരവേൽക്കുകയാണ്. അങ്ങനെ സത്യൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ കയറുകയാണ്. ഈ സമയം ചിരു ഇത് കണ്ടു നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദുവാണെങ്കിലും സത്യനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് മുഹൂർത്തത്തിനുള്ള സമയമായി എന്നുള്ള ആ പറച്ചിലൊക്കെ ആവുമ്പോൾ കാണാം രാഹുലിനെ ഇങ്ങനെ ഈ രക്തമാ മേഡം കൊണ്ടുവരുന്നത് ഇങ്ങനെ കാണേണ്ട. രാഹുലും രക്തമാ മേഡവും സെക്യൂരിറ്റികളും ഒക്കെ പാടായി എല്ലാവരും ഈ സ്റ്റേജിന് മുകളിലോട്ട് പോകുമ്പോൾ എവിടെയാണെങ്കിലോ ഇത് കണ്ടു നിൽക്കാൻ സുശീലക്ക് കഴിയില്ല. സുശീല സമയമെടുക്കുന്നവരും സുശീലയായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സുശീല കുഞ്ഞുമണിയോട് പറയണേ, ഇതിപ്പോൾ എന്താ ഈ കാണിക്കുന്നത്, ഈ രക്തമാ മേഡം എന്തിനാണ് ഇപ്പോൾ ഈ രാഹുൽ പയ്യനെ ഇപ്പോൾ ഒരു ചെറുക്കൻ വേഷത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യം, അവർക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സുശീല പറയുന്നത് ശരിയാണ്, ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ സ്റ്റേജിൽ എന്തിനാ അവർ കയറി നിൽക്കുന്നത്, കാണിയെ പോലെ അവരും കണ്ടു നിൽക്കല്ലേ വേണ്ടത്. കാരണം ഇവരുടെ വിവാഹം കാണാൻ വന്നവരല്ലേ ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കണ്ട് സുശീലക്ക് ഇങ്ങനെ കുറേ ക്ഷമ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ സുശീലക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ കുഞ്ഞമണി പറയും, ഇതെന്തോന്ന് കാട്ടിക്കൂട്ടലാണ്, ഈ രക്തമാ മേഡം ഈ പറയുന്ന ഈ രാഹുൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, രക്തമാ മേഡം നിങ്ങളുടെ ഒറ്റ ഫ്രണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു സച്ചി സാറേ, എന്നാൽ ഈ രാഹുൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അതും ചെറുക്കൻ വേഷത്തിൽ. ഇന്നലെ മഞ്ഞൾ കല്യാണത്തിൽ അവന് ചെറുക്കൻ വേഷത്തിലാണ് വന്നത്, ഇന്നും ഇപ്പോൾ ഇവിടെ എന്താ ഞങ്ങളുടെ മകനെ കബളിപ്പിക്കുകയാണോ
എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയണേ, അതെ ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇവരാരെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരിവിടെ നിന്നോട്ടെ എന്നുള്ള ആ പറച്ചിലൊക്കെ ആയിട്ടോ. ഇതേ സമയം പൂജാരി പറയണം മുഹൂർത്തത്തിനുള്ള സമയമായി, ഇനിയിപ്പോൾ താലികെട്ട് നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പോൾ കാണാം ഇന്ദുവിൻ്റെ തൊട്ടപ്പുറം രാഹുൽ വന്ന് നിൽക്കുന്നത്, ഇതിൻ്റെ തൊട്ടപ്പുറത്തായി സത്യനും വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ സുശീലക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കണേ, എന്തിനാണ് ഇപ്പോൾ ഇന്ദുവിൻ്റെ കൂടെ രാഹുൽ നിൽക്കുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് സുശീൽ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഉറക്കി സംസാരിക്കണം കേട്ടോ. ഇന്ന് എൻ്റെ മകൻ്റെയും ഈ നിൽക്കുന്ന മകനാണ് എൻ്റേത് സത്യൻ, അതുപോലെ തന്നെ സച്ചി സാറിൻ്റെ മകളായ ഇന്ദുവിൻ്റെയും കല്യാണമാണെന്ന് എല്ലാവർക്കും മുന്നേ സുശീല നല്ല വീമ്പിളക്കിയും കൊണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരും കേൾക്കേ ആ അഹങ്കാരഭാവത്തെ സുശീൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം ഇതൊക്കെ കണ്ട് സച്ചിയും മറ്റുള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ തറയായിട്ടാണ് സുശീല സംസാരിക്കുന്നത്. സുശീല പറയുന്നത്, സച്ചി സാറ് എൻ്റെ മകനെ ചോദിച്ചു വന്നതാണ്, ഇവരുടെ മകൾക്ക് എന്താ ജാതക ദോഷമുണ്ടെന്ന്, പക്ഷേ സച്ചി സാറ് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദുവിന് തൊട്ടരികിൽ വന്ന് രാഹുൽ ഇങ്ങനെ തൊട്ടുരുമി നിൽക്കുന്നത് കാണുമ്പോൾ, ഇതെന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്, മാറി നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ രത്നമ്മ മേഡം സുശീലയോട് താഴെ നിൽക്കാൻ പറയണം കേട്ടോ. അങ്ങനെ പൂജാരി താലി കെട്ടിനുള്ള സമയമായി എന്ന് പറഞ്ഞ് താലി എടുത്തു കൊടുക്കുമ്പോൾ പിന്നീട് ഈ താലി ചെല്ലുന്നത് രാഹുലിൻ്റെ കയ്യിലായിരിക്കട്ടോ. രാഹുലിൻ്റെ കയ്യിൽ ഈ താലി അങ്ങ് കാണുന്നതിനോട് കൂടിയിട്ട് സുശീലയും കുഞ്ഞമ്മണിയും മറ്റുള്ളവരൊക്കെ ആകെ ഞെട്ടി നിൽക്കണേ. എന്നാൽ രവിയും സുധനും രാഹുലും രക്തമ്മ മേടൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയത് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ സുശീലയുടെ മുന്നിൽ വെച്ച് രാഹുൽ ഇന്ദുവിൻ്റെ കഴുത്തിൽ അങ്ങ് താലി കെട്ടുന്നതിനോടുകൂടി എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്നറിയാതെ, കണ്ണിന് എന്ത് പറ്റിയെന്നറിയാതെ സുശീല ആകെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, സച്ചി സാറ് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും സത്യന് കാണാൻ ചിരിച്ചും കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആ മംഗളപ്പൂക്കളൊക്കെ ഇട്ട് കൊടുക്കാൻ അവരുടെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാണ്. ഇത് കാണുന്ന സുശീലക്ക് താങ്ങാൻ കഴിയില്ല. സുശീല പൊട്ടിക്കരയാണ്. കാരണം സുശീലയുടെ ആ മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന ആ ഒരു പരിപാടിയാണ് സുശീലക്ക് ഇന്നിവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ സുശീല താൻ ഇത്രയും നേരം സച്ചി സാറിൻ്റെ മകളെ കല്യാണം കഴിക്കണം, കോടീശ്വരിയാവാൻ പോവാണ് എന്നൊക്കെ ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രഹസ്യം നടന്നിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ സത്യനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ സത്യനെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് ഇങ്ങനെ അറിയുമ്പോൾ ഇത് ഈ രഘുവും വിനയനും ദാസും ഒക്കെ പാടെ കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്. ഇതിപ്പോൾ അവരുടെ കൂടെ വന്ന ഗുണ്ടകളാണെന്ന് സത്യം പറയുമ്പോൾ രത്നമ്മ മേഡം പറയണേ, എന്തായാലും നമുക്ക് സത്യം തന്നെ ഇങ്ങോട്ടേക്ക് ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ രാഹുൽ ഇനി എന്തായാലും ഇന്ദുവിനെ കല്യാണം കഴിക്കട്ടെ, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. നിൻ്റെ അമ്മക്ക് തിരിച്ചടി കൊടുക്കാൻ, നിൻ്റെ അമ്മയാണ് ഇവരുടെ വിവാഹം മുടക്കിയത്, ഇവർ തമ്മിലാണ് യോജിക്കേണ്ടതെന്ന് പറയുമ്പോൾ സത്യൻ ഇവർക്കൊപ്പം നിന്ന് കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ സുശീലയ്ക്ക് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ സത്യന് വരനായി വരികയും പിന്നീട് സത്യനെ വരനായി സ്വീകരിക്കുകയൊക്കെ ചെയ്യാണ്. ഇതൊക്കെ മാഷും ഈ പറയുന്ന സച്ചിയും രത്നമ്മ മേഡവും ഇന്ദുവും ഒക്കെ അറിഞ്ഞും കൊണ്ടുള്ള കളിയായിരിക്കും. തൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് രാഹുലാണ്. സത്യൻ തന്നെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് വിവാഹം വേണ്ട, സച്ചി സാറിന് എന്തുകൊണ്ടും യോഗ്യനായ മരുമകനാവാനുള്ള കഴിവ് രാഹുലാണ്. നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചും എൻ്റെ അമ്മ തെറ്റിദ്ധരിപ്പിച്ച് മുടക്കിയ ഈ വിവാഹം ഞാൻ തന്നെ നടത്തി തരുന്നു എന്ന ഒരു തീരുമാനം എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും സുശീല നെഞ്ചത്തടിച്ചും കൊണ്ടാണ് അവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് പോകുന്നത്. ആ സീനാണ് നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത് കേട്ടോ.